ജോലിമാനെ അതവിടെ വെച്ചിട്ട് വല്ലതും പോയി പഠിക്കാൻ നോക്ക്. ഒരു മാസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ എക്സാം ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2 മാർക്ക് കുറഞ്ഞ വീഴുക. അപ്പൊ ഞാൻ ബാക്കി പറയാം. മമ്മി, ഇന്ന് സൺഡേ സ്കൂൾ എക്സാം ആണ്. ഓ, സൺഡേ സ്കൂൾ എക്സാം ആണോ? അത് നിനക്ക് അറിയാമല്ലോ. അത് വെച്ചങ്ങ് എഴുതിയാ മതി. ഇപ്പൊ പോയി സ്കൂളിലെ എക്സാമിന് റിവിഷൻ ചെയ്യേ. മമ്മി, ഇന്ന് സൺഡേ സ്കൂൾ എക്സാമിന് വേണ്ടി പഠിപ്പിക്കുക. ചോയ്മോനെ അറിയാവുന്നത് വെച്ചങ്ങ് എഴുതിയാൽ മതി. മമ്മിയുടെ പണിയൊക്കെ ഇപ്പൊ ഒന്ന് ഒതുങ്ങിയതേ ഉള്ളൂ. ഞാൻ ഇത്തിരി ഒന്ന് വിശ്രമിക്കട്ടെ, ഒന്ന് TV കാണണ്ടേ. ഒരു സംശയമുള്ളത് ചോദിച്ചാൽ മതി. ഓക്കെ. കിഴക്ക് നിന്ന് വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിച്ചു. മമ്മി, ഈ കാഴ്ചകൾ എന്നൊക്കെ വെച്ചാൽ എന്താ? കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്. മോന്റെ ബർത്ത്ഡേക്ക് കിട്ടിയതുപോലെ ബാക്കി അങ്ങോട്ട് വായിച്ച് പഠിക്കും. യേശുവിനെ സ്നാനപ്പെടുത്തിയതാരാ മമ്മി? ഓ, അത് പത്രോസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ യേശു ജനിച്ചത് എവിടാ? അത് എവിടെയാ പപ്പ? അത് ആ സിറിയയിൽ എങ്ങോട്ടാണെന്ന് തോന്നുന്നു. നീ ആ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കടാ. അയ്യോ, സൺഡേ സ്കൂൾ വണ്ടി വരാറായി. എടാ, എക്സാം ഒക്കെ അല്ലേ, ഈ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് പോകും. യഹോവ എന്റെ ഇടനാകുന്നു, എനിക്ക് മുട്ടുണ്ട്. അയ്യോ എടാ, ആ ബാക്കി വായിച്ചോ? നിർത്തിയോ? ഈ ബാക്കി വായിച്ച് തീർത്തിട്ട് പോ. ഇതിന്റെ ചാർജ് തീർന്നു പോയി പപ്പ. ബാക്കി നിനക്ക് ഓർമ്മയില്ലേ? പപ്പ അങ്ങ് ഓർത്ത് പ്രാർത്ഥിച്ചാ മതി. അതേ മോനെ, വണ്ടി വരാറായി. പോകുന്ന വഴിക്ക് അങ്ങ് പ്രാർത്ഥിച്ചാ മതി. ഓക്കെ മമ്മി. എടി, സൺഡേ സ്കൂൾ എക്സാം കഴിഞ്ഞവൻ ഇതുവരെ വന്നില്ലല്ലോ. ഓ, വരാറാവുന്നതല്ലേ ഉള്ളൂ. ആ, എത്തിയെന്ന് തോന്നുന്നു. ജോയ്മോനെ, എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം എഴുതി മമ്മി. എന്തൊക്കെയായിരുന്നു ചോദിച്ചത്? യേശു ജനിച്ചത്, യേശു പള്ളിയിൽ പോയത്, കാര്യങ്ങളെല്ലാം ചോദിച്ചു. യേശുവിന്റെ സ്നാനം, അങ്ങനെ എല്ലാം എഴുതി മമ്മി. ആ, അതൊക്കെ മോൻ പഠിച്ചതായിരുന്നല്ലോ. അതെ മമ്മി, ഞാൻ എല്ലാം എഴുതി. ഫസ്റ്റ് കിട്ടുമോ അതോ ഇപ്രാവശ്യം വല്ലവരും കൊണ്ടുപോകുമോ? ആ, ഇനി പോയിരുന്ന സ്കൂളിലെ ലെസൺസ് ഒക്കെ റിവിഷൻ ചെയ്യും. ഓക്കെ മമ്മി. ഓ, ഇപ്പം പ്രേമം കണക്കാണ്, ബോറിങ്ങാണ്. ആരാധന ഒന്നും അങ്ങോട്ട് പോരാ. പ്രസംഗത്തിന് ഒരു ഗുമ്മുമില്ലെന്നേ. ഇപ്പോൾ ആഴ്ചയിൽ 6 ദിവസം മീറ്റിംഗ് ആണ്. അത് വല്ലാത്ത കൂടുതലാണ്. അതും 2-3 മണിക്കൂർ ഇരുന്നിരുന്ന് മനുഷ്യൻ മടുക്കും. ഷോർട്ട് ആൻഡ് സീറ്റ്, അതാണ് വേണ്ടത്. ഇപ്പോഴൊക്കെ എത്ര നല്ല പോയിന്റുകളുള്ള പ്രസംഗങ്ങൾ നമുക്ക് യൂട്യൂബിൽ കിടക്കുന്നത്. സമയവും ലാഭം, ടൈം ഈസ് മണി എന്നാണല്ലോ. അത് ശരിയാ, വെറും സമയനഷ്ടം തന്നെ, പിന്നെ മെനക്കെടും. എന്നാലും ഭാവിയിൽ കുഞ്ഞുങ്ങളുടെ നല്ലതിന് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റിന് അങ്ങ് പോകുന്നു. അതായത് ഈ പിള്ളേരുടെ കല്യാണം, മരിച്ചാൽ ഒരു നല്ല അടക്കം, ഇതൊക്കെ നടക്കണ്ടേ? അതൊന്നും ഇന്റർനെറ്റിലും TV-യിലും നടക്കില്ലല്ലോ. അതിനൊക്കെ ഒരു സെറ്റപ്പുള്ള ഇതുപോലത്തെ വല്ല സഭയിലും പോയാലല്ലേ നടക്കും. അത് ശരിയാ. അതുകൊണ്ടല്ലേ കടിച്ചു പിടിച്ചങ്ങ് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴേ നമ്മൾ വിട്ടുപോയേനെ. ഈ സഭയിൽ വന്നപ്പോഴേ ഞാൻ അന്വേഷിച്ചത് ശവക്കൂട്ടയുണ്ടോ എന്നാണ്. അതുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. ചുമ്മാതാണോ ഞാൻ പള്ളിയും പട്ടുകാരൊന്നും വിടാത്ത? കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളിയിൽ അവറാച്ചൻ അടക്കായിരുന്നു. മെത്രോപോലത്തെ വന്നാണ് നടത്തിയത്. ഇതുപോലെ ഇവിടെ വന്ന് നടക്കൂ. പിന്നെ എന്നാത്തിനാ ഇങ്ങോട്ട് വരുന്നത്? അവിടെ തന്നെ അങ്ങ് നിന്നാ പോലെ. അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ. നമ്മുടെ സഭക്കാർക്ക് അച്ഛനൊന്നും അറിയത്തില്ല. അതെന്താണോ, ഈ പിള്ളേര് ബൈബിളെല്ലാം പഠിക്കുന്നത് എവിടെയൊക്കെ തന്നെ പോകും. ബാക്കി സമയം നമ്മുടെ പള്ളി കൊണ്ടുവന്നു. എന്തായാലും ഈ പള്ളി വിട്ടിട്ടുള്ള പരിപാടിക്ക് വിയോജിച്ചില്ല. ഇതിനെ പറ്റിയാണ് ഞങ്ങളുടെ പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത്. 2 വെള്ളത്തിൽ ചവിട്ടുന്നവർ ഒടുവിൽ വെള്ളത്തിലാകും. വേവിച്ചായ സൂക്ഷിച്ചോ. അത് പോട്ടെ, സൺഡേ സ്കൂൾ പരീക്ഷ റിസൾട്ടൊക്കെ വന്നല്ലോ. ചാക്കോന്റെ മോന് ഫസ്റ്റ് ഉണ്ട്. ഈ ജോമോന്റെ റിസൾട്ട് എന്തായി? പരീക്ഷ എഴുതിയല്ലോ അല്ലേ? എഴുതിയല്ലോ. ചിലപ്പോൾ സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡോ? സെക്കൻഡ് കണ്ടിട്ടില്ല. എടാ, നീ എല്ലാം എഴുതിയെന്ന് പറഞ്ഞിട്ട്? ഞാൻ എല്ലാം എഴുതി മമ്മി, ഒന്നുപോലും വിട്ടില്ല, എല്ലാം എഴുതി. ആഹാ, പിന്നെ എന്താ പറ്റിയതെന്ന് പാസ്റ്ററോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. സ്കൂളിലെ എക്സാമിനിടയിൽ പഠിപ്പിച്ചതാണ്. ടീച്ചറെ, ജോയ്മോനെ സൺഡേ സ്കൂൾ എക്സാം എല്ലാം എഴുതിയെന്നാ പറയുന്നേ. നേരാണോ? മാർക്ക് കുറവാണല്ലോ. ഏതിനാ ചേച്ചി മാർക്കിടാൻ പറ്റുമോ?
ജോയ്മോൻ എന്തൊക്കെ എഴുതിയെന്ന് അവരോട് ചോദിച്ചു നോക്ക്. ആ, ഞാൻ ചോദിച്ചിട്ട് തന്നെയാ വന്നത്. എന്റെ കുഞ്ഞെല്ലാം എഴുതിയിട്ടുണ്ട്. അവൻ മിടുക്കനാ. മിടുക്കനാ. പക്ഷെ അതൊന്നും പേപ്പറിലില്ലാന്നേ ഉള്ളൂ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. എന്താ ഒരു തർക്കം? അതെ പാസ്റ്ററെ, ഈ ജോയ്മോൻ എല്ലാം എഴുതി എന്നാ പറയുന്ന സൺഡേ സ്കൂൾ എക്സാമിന്. പക്ഷെ റിസൾട്ട് വന്നപ്പം ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. ഇതെന്തൊരു പരിപാടിയാ? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ടീച്ചറിന്റെ കയ്യിൽ ആ ചോദ്യ പേപ്പർ ഉണ്ടോ? ഉണ്ട്. എന്നാൽ പിന്നെ പ്രശ്നം തീർന്നു. ഇപ്പൊ തന്നെ ഞാനൊരു റീടെസ്റ്റ് ഇടാം. എന്താ, ഓക്കെ ആണോ? ആ, അത് മതി എന്നാ. ആ ചോദ്യ പേപ്പർ ഇങ്ങോട്ട് എടുത്തേ ടീച്ചറെ. ജോയ്മോനെ, നീ ഇങ്ങോട്ട് നീങ്ങി നിന്നേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എരിഹോ മതിൽ തകർത്തത് ആര്? അതെ, ഞാനല്ല, ആ ഐസക്കും ജോലുവാ. അവരെപ്പോഴും മതിൽ കിടന്ന് ചാടുന്നു. അവരുടെ അടുത്ത് ചോദിച്ചു നോക്കൂ പാസ്റ്ററെ. പാസ്റ്ററെ, എന്റെ ജോയ്മോൻ അങ്ങനെ നശീകരണം ഒന്നും ചെയ്യില്ല. നല്ല കുട്ടിയാണ്. ഇനി അഥവാ അവൻ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്താന്ന് വെച്ചാൽ ഞാൻ എന്നെ പരിഹരിച്ചോളാം. അതുകൊണ്ട് മാർക്ക് കുറയ്ക്കാമോ? ഷടാ, ഇത് ബൈബിളിന്റെ ചോദ്യമായിരുന്നു. എന്തായാലും എഴുതിയില്ലെന്ന് മനസ്സിലായല്ലോ. ഒന്ന് തെറ്റിയാലും സെക്കൻഡ് പ്രൈസ് എങ്ങനെ കിട്ടേണ്ടതല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ആദ്യത്തെ കൽപ്പന എന്ത്? അത് ആർക്ക് കൊടുത്തു? അതവർ അനുസരിച്ചോ? എന്നിട്ട് എന്തു പറ്റി? ഹൗവ ആദത്തിന്റെ അടുത്ത് പഴം കഴിക്കാൻ കൽപ്പിച്ചു. ആദം അതനുസരിച്ചു. അതാ പറ്റിയത്. പെൺവാക്ക് കേൾക്കുന്നവർ പെരുവഴി. അതുകൊണ്ട് ഇനി അടുത്ത ചോദ്യം. യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആര്? മറിയം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായതുകൊണ്ട് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇനി അടുത്തത്. വിദ്വാൻമാർ യേശുവിന് എന്തെല്ലാം കാഴ്ചകൾ അർപ്പിച്ചു? അത് സോപ്പും പൗഡറും പാമ്പേഴ്സും. മമ്മിയല്ലേ പറഞ്ഞത് അനിയത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെയാണെന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അത് പാപം ചെയ്യണം. എടാ ജോയ്മോനെ, നീ എന്തൊക്കെയാ എഴുതിയേക്കുന്നത്? എന്തായാലും ഇത്രയുമായി. ഇനി മുഴുവൻ ഉത്തരങ്ങൾ കൂടി കേൾക്കാം. യേശുവിന്റെ എന്തെങ്കിലും ഒരു ഉപമയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ച് എഴുതുക. അതൊരു വലിയ ഉത്തരവാ പാസ്റ്ററെ. ഞാൻ ഉത്തര പേപ്പർ നന്നായിട്ട് വിവരിച്ച് എഴുതിയിട്ടുണ്ട്. ഉത്തരക്കത്തോടെ ഇരിപ്പുണ്ട്, ഞാൻ വായിക്കാം. യെരുശലേമിൽ നിന്നും യെരിഹോയിലേക്ക് ഒരു മനുഷ്യൻ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അവനെ കൊള്ളക്കാർ ആക്രമിച്ചു. അവർ അവനെ നിർദ്ദയം മർദ്ദിച്ചു. ടിഷുവും മൃതപ്രായനാക്കി കഷ്ണമാക്കി അവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി. ശേഷിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. അതിലൊരു കുട്ട ഇസ്കരിയത്ത യൂദ കൊണ്ടുപോയി. ദേവാലയത്തിൽ കാളകളെയും ആടുകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞു. ഏതായാലും നല്ല ഉത്തരങ്ങൾ തന്നെ. ഇനി ബാക്കിയും കൂടെ വായിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, മതിയായി. എല്ലാം എഴുതി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പ്രിയ ദൈവമേ, ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കുക. ലോകത്തിൻ്റെ വിജ്ഞാനം പഠിപ്പിക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെയും ശ്രമത്തിൻ്റെയും ഒരു അംശമെങ്കിലും ശ്രമം വേദപഠനത്തിന് വേണ്ടി മാതാപിതാക്കളായ നമ്മൾ ചെലവഴിച്ചാൽ പുതിയ തലമുറ ദൈവകൃപയിൽ ആശ്രയിച്ചു പോയാൽ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ വേണ്ടതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. നല്ല അടക്കം പ്രതീക്ഷിച്ച് നമ്മൾ നിത്യജീവൻ നഷ്ടപ്പെടുത്തിയാൽ നല്ല ഉയർപ്പ് നമുക്ക് നഷ്ടമാകും. ദൈവവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആയിരുന്നാൽ മാത്രമേ മുന്നോട്ടുള്ള യാത്ര ഫലപ്രദമാകും. അല്ലാഞ്ഞാൽ മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പിടിത ബുദ്ധികെട്ട മനുഷ്യരുടെ ഭവനത്തിൽ സംഭവിച്ചത് നമുക്കും ഒരു മുന്നറിയിപ്പായി എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും